ഹായ് ഹലോ വെൽക്കം ടു നിഷാപ്പിഡീസ് വ്ളോഗ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഫിഷ് കറി കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് സ്രാവാണ് നമ്മൾ കറി വയ്ക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് 1/2 കിലോ സ്രാവ് എടുത്തിട്ടുണ്ട്. അതിൽ കല്ലുപ്പിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം സ്രാവ് ഫ്ലഷി മീനാണ്, അപ്പോൾ അത് ഒരുപാട് ഉടഞ്ഞു പോകാതിരിക്കാനായിട്ട് ഞാൻ ആ പാത്രം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് എല്ലായിടത്തും ഉപ്പൊക്കെ ആവും. എന്നിട്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൈ കൊണ്ട് ഒരുപാട് ചെയ്യുമ്പോൾ അത് ഉടഞ്ഞു പോകും, അതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ ഈ സ്രാവിൻ്റെ നെയ്യ് മാറ്റി വെക്കുകയാണ്. അത് പെട്ടെന്ന് വെന്ത് പോകുന്നതുകൊണ്ട് ലാസ്റ്റ് തിളച്ച് കഴിയുന്ന സമയത്ത് അത് ഇട്ടിട്ട് മൂടി വെക്കുകയാണ് ചെയ്യാറ്. ഉപ്പിട്ട് കഴുകിയതിന് ശേഷം ഒരിക്കൽ കൂടി അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടാം. സ്രാവിൽ തേങ്ങ നല്ലോണം അരച്ചിട്ടാണ് കറി വെക്കുന്നത്, അതുകൊണ്ട് മുളക് പൊടി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. അതിനനുസരിച്ചുള്ള തേങ്ങ അരച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ബാലൻസായി പോകും. മുമ്പൊക്കെ കല്യാണ വീട്ടിൽ തലേന്നോ അതല്ല അതിൻ്റെ തലേന്നൊക്കെ ഒരുപാട് ആളുകളുടെ ടൈമിലൊക്കെ നമ്മൾ വെക്കുന്ന ഒരു കറിയാണ് സ്രാവ് കറി. അത് ഒരുപാട് പേരുടെ ഫേവറേറ്റ് കറിയാണ്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്.